പ്രയാഗ്രാജിൽ നിന്നും കാശിയിലേക്കാണ് പോകുന്നത്. കാശിയിൽ പലതവണ പോയിട്ടുണ്ട്. 20 കൊല്ലം മുമ്പ് പോയിട്ടുണ്ട്, 30 കൊല്ലം മുമ്പ് പോയിട്ടുണ്ട്. കാശി എന്നുള്ളത് എന്റെ ഒരു നോവലിന്റെ പേരാണ്. അതേ സമയത്ത് കാശിക്ക് വളരെ പരിവർത്തനങ്ങൾ വരുന്നുണ്ട്. ആളുകളിൽ മാറ്റം ഉണ്ട്. ഒരു ടൂറിസ്റ്റുകളുടെ കൂടെയുള്ള ഒരു നായയെ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ആ നായ ഇവരോട് വളരെ സ്നേഹത്തിൽ പെരുമാറുന്നു. ഇവരെ കടിക്കുന്നുണ്ട്, വേദനിപ്പിക്കാതെ കടിക്കാൻ നായക്കറിയാം. വേദനിപ്പിച്ചുകൊണ്ട് കടിക്കാൻ അറിയാം, വേദനിപ്പിക്കാതെ കടിക്കാനും അറിയാം. അവര് വളർത്തുന്ന നായയാണ് ഞാൻ വിചാരിച്ചത്. കുറെ കഴിഞ്ഞപ്പോ അവരൊരു ഭാഗത്തേക്ക് പോയി, നായ മറ്റൊരു ഭാഗത്തേക്ക് പോയി. ആ ജീവികളുടെ സ്നേഹത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. അങ്ങനെ കാശിയില് ഒരു സന്ധ്യയോടടുപ്പിച്ച് കാശിയിൽ എത്തി. അനവധി മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ. കുട്ടിക്കാലം മുതൽക്ക് കഥാപാത്രങ്ങൾ കാശിയിലേക്കാണ് പോകും. പണ്ട് നടന്നിട്ടാ പോവുക. തീർത്ഥാടനം നടന്നിട്ടാവണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പ്രാവർത്തികമല്ലാത്തതുകൊണ്ട് ഞാൻ വിസ്തരിക്കുന്നില്ല. കാൽനടയായിട്ട് തന്നെ പോണം. പക്ഷെ പോയവരൊക്കെ കാശിയിൽ എത്തിയിട്ടുണ്ടാവുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. കാശിയിലേക്കുള്ള ദൂരത്തെക്കുറിച്ച് ചിന്തിക്കാം. ഒരു കാര്യം പറയും, ഏതായാലും കാശി പോവുകയാണല്ലോ, ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണം എന്ന് പറയാറുണ്ട്. കാശി പോയവരൊക്കെ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണമെന്ന്. അങ്ങനെ ഓരോരുത്തർക്ക് ഉപേക്ഷിക്കാൻ പറ്റിയ സാധനങ്ങൾ പുരോഹിതന്മാര് പറഞ്ഞു തരും ചെയ്യും. പണ്ടത്തെ ഒരു കാരണവർ ശങ്കരമേനോൻ എന്നോട് പറഞ്ഞു, ഞാൻ കാശി പോയിട്ട് എന്താ ഉപേക്ഷിച്ചേ അറിയോ? ഞാൻ ചോദിച്ചു, എന്താ ഉപേക്ഷിച്ചു? പേരക്ക. അതെന്താ അത് ഉപേക്ഷിക്കാൻ കാരണം? എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് പേരക്ക ഇഷ്ടമേ അല്ല. യഥാർത്ഥത്തിൽ വേണ്ടത് പ്രിയപ്പെട്ട ഒരു വസ്തുവിനെ ഉപേക്ഷിച്ചുള്ള ഒരു ശീലം നമുക്ക് ഉണ്ടാകണം. അനവധി വസ്തുക്കൾക്ക് നാം ഇപ്പോൾ അടിമയാണ്. നമുക്ക് സ്വാതന്ത്ര്യം എവിടെ? ഒരു ചായ കിട്ടാൻ എത്രയോ കിലോമീറ്റർ നമ്മൾ നടക്കില്ലേ? രാവിലെ ചായ കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല. യാത്രയില് പട്ടാമ്പിയിലെ സാംസ്കാരിക പ്രവർത്തകനായുള്ള പട്ടാമ്പി വിജയരാഘവൻ കൂടെ. വിജയരാഘവൻ പറഞ്ഞു, കുറച്ചു ദിവസം യാത്ര കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീട്ടിൽ സാധാരണ ജീവിതം എത്ര സുഖാന്ന് ഇപ്പൊ മനസ്സിലാവുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം, ഇഷ്ടപ്പെട്ട കറികൾ, ഏതെങ്കിലും ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എത്ര അസ്വസ്ഥരാവുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രിയപ്പെട്ട ഒന്നിനെ ഉപേക്ഷിക്കണം എന്നാണ് കാരണവന്മാര് പറഞ്ഞത്. പഞ്ചസാരയാണ് ഇപ്പൊ കാര്യമായിട്ട് ഉപേക്ഷിക്കുന്നത്. അതിപ്പോ ഏതായാലും ശരി, ഷുഗറിന്റെ അസുഖം വന്നപ്പോ അത് ഉപേക്ഷിക്കണു എന്നല്ലാതെ പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, ഏതായാലും സ്കൂളിൽ പോയി ഒരക്ഷരമെങ്കിലും പഠിക്കുക എന്നുള്ള അർത്ഥമായിട്ടുള്ളൂ. കാശി എന്ന് പറഞ്ഞാൽ ഉപേക്ഷയാണ്. മണ്ണാങ്കട്ടിയും കരിയിലും കൂടി എവിടേക്കാ പോയത്? കാശിയിലേക്ക്. ആ കാശിക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട്, പ്രകാശം എന്നർത്ഥം. നമ്മുടെ ആജ്ഞാചക്രമാണ്
കാശി. രാവിലെ കാശി ക്ഷേത്രത്തിലേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ പതുക്കെ വന്നോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. കൂടെയുള്ള ഒരു 10-16 പേര് കാശി ക്ഷേത്രത്തിലേക്ക് പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞ് തനിയെ നടന്ന് കാണുന്നവരോടൊക്കെ കുശലം ചോദിച്ച് ഓരോരോ നിസ്സാര കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ടാണ് കാശി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. വളരെ വലിയ മാറ്റങ്ങൾ അവിടെ വന്നു. ക്ഷേത്രം പുതുക്കി പണിതു എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും കാശിയിലേക്ക് പോകുന്ന ചെറിയ തെരുവുകളും ഇടുക്ക് വഴികൾക്കും വലിയ മാറ്റം ഇല്ല. പണ്ട് കാശിയിലേക്ക് പോകുമ്പോൾ നടന്നു പോകുമ്പോൾ 2 ഭാഗത്തും ഇരിക്കുന്നു. ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മനുഷ്യൻ പോണ അതേ മാതിരി മോട്ടോർ ബൈക്കുകളും പോവുക ഇടയിൽ. കാശിയിലെ തെരുവുകളിൽ മോട്ടോർ ബൈക്ക് പോകുന്നത് ആളുകളുടെ ഇടയിൽ കൂടെ, ആളുകൾ വഴിമാറൊന്നുമില്ല, അതിന്റെ ഇടയിൽ കൂടെ പോകും. പക്ഷെ വിചാരിച്ച പോലെ ബൈക്ക് അപകടമൊന്നും ഉണ്ടാവുന്നില്ല. അവിടുത്തെ സ്ഥിതി നോക്കിയാൽ ധാരാളം അപകടം ഉണ്ടാവേണ്ടതാണ്. അതൊന്നല്ല, ബൈക്കിൽ കയറുന്നു, ബൈക്ക് അങ്ങോട്ട് വീഴുന്നു, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്, അങ്ങോട്ട് പോണവരും ഉണ്ട്, ഇങ്ങോട്ട് പോണവരും ഉണ്ട്. ഇത് കാശിയുടെ പ്രത്യേകത. പണ്ട് കണ്ട കാഴ്ചയാണ് പല്ല് പറിക്കാൻ വന്നിരിക്കുന്ന ഒരാള്, ദന്തവൈദ്യൻ എതിരായിട്ടിരുന്നൊരു പല്ല് പറിക്കുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ നടന്നു പോണ വഴിയാ. ഇത് ഞാൻ എഴുതിയിട്ടുണ്ട് പണ്ട് കാശിയിൽ പോയപ്പോ. പല്ല് പറിക്കാൻ ഒരു സ്ഥലവും കണ്ടില്ലേ. ആളുകൾ ഈ നടന്നു പോകുന്നതിന്റെ ഇടയിൽ കൂടെ ചിലപ്പോ തിരക്ക് വരുമ്പോ ഇയാളൊന്ന് മാറും, ചിലപ്പോ ആളുകളുടെ കാത്തിക്കും, പല്ല് പറിക്കും. കൈ നീട്ടുന്ന ഭിക്ഷക്കാരുണ്ട്. നവജാത ശിശുവിനെ എടുത്തിട്ട് അവിടെ സ്ത്രീകൾ ഇരിക്കുന്നു. അറിഞ്ഞുകൂടാ. ഒരു വല്ലാത്ത നഗരമാണ് കാശി. എത്രയോ തലങ്ങൾ കാശിക്കുണ്ട്, 1ഉം 2ഉം അല്ല. എത്രയോ അർത്ഥങ്ങളുണ്ട്, എത്രയോ സന്യാസിമാരുണ്ട്. ആ സന്യാസിമാരിൽ ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമായുള്ള ഉപാസന രീതികൾ ആണ്. കാശി വിശ്വനാഥ ക്ഷേത്രം പുതുക്കി പണിതുണ്ട്. ആ തിരക്കിലൂടെ വാഹനത്തിലാണ് പോണെങ്കിൽ വാഹനം എത്രയോ കിലോമീറ്റർ അകലെ പാർക്ക് ചെയ്യേണ്ടി വരും. നടക്കുകയേ അല്ലാതെ വേറെ മാർഗം ഇല്ല. അവിടെ കാശിയിൽ സങ്കടമോചന ഹനുമാന്റെ ഒരു ക്ഷേത്രം. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ പോയി സങ്കടമോചന ഹനുമാനെ കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നടന്നു പോകുന്ന വഴി കൂടെ അവളപ്പോ മാറ്റം വന്നു. വലിയ ദേവാലയം പണിതു, ക്യൂ വന്നു. നീണ്ട ക്യൂവിൽ കൂടെ ഉള്ളവരൊക്കെ നിന്നപ്പോ ഞാൻ ചുറ്റും ഇങ്ങനെ നടന്നു. സങ്കടമോചന ഹനുമാൻ. സങ്കടങ്ങളിൽ നിന്ന് ഹനുമാൻ അങ്ങനെ ഒരിക്കലും മോചിപ്പിക്കില്ല. ഹനുമാനാണെങ്കിൽ നമുക്ക് സങ്കടം ഉണ്ടാവില്ല. ഇതാണ് സത്യം. നാം ഹനുമാനായിട്ട് മാറുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവില്ല. നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ. ചെയ്തതൊക്കെ രാമന് വേണ്ടിയാണല്ലോ. രാമന് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ട്രൂത്തിന്, പരമാത്മാവിന് പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ സങ്കടമോചന ഹനുമാൻ നമ്മുടെ സങ്കടം മാറ്റിത്തരാൻ വേണ്ടി അവിടെ ഇരിക്കുന്നു എന്നല്ല. നമ്മുടെ അകത്ത് ഹനുമാൻ എന്ന ശക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സങ്കടങ്ങൾ ഉണ്ടാവില്ല.
വൃക്ഷങ്ങളും പശ്ചാത്തലവും അവിടുത്തെ മാനസിക ഭാവത്തെ ഏറ്റുപിടിക്കുന്നു എന്നുള്ളത് സത്യം ആണ്. സങ്കടമോചന ഹനുമാന്റെ ആ കോമ്പൗണ്ടിൽ ഒരു വേപ്പുമരം. ഞാൻ ആ വേപ്പുമരത്തെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഒരേ വസ്തുവിലേക്ക് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പല അർത്ഥവും നമുക്ക് കിട്ടും, പല ചിത്രങ്ങളും നമുക്ക് കിട്ടും. കുറച്ച് കഴിഞ്ഞപ്പോ കൂടെയുള്ള സംഘത്തിൽ ആരോ അരികിലേക്ക് വന്നു, എന്തായി നോക്കണം എന്ന് ചോദിച്ചു. ഹനുമാൻ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലമായതുകൊണ്ടായിരിക്കാം ആ വേപ്പുമരത്തിന് ഒരു ഹനുമാന്റെ രൂപം ഉണ്ട്. സൂക്ഷിച്ചു നോക്കുമ്പോൾ നാട്ടുകാർ ആരും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. വൃക്ഷങ്ങൾ ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു ദേവതയെ. നാം ഏത് ദേവതയെ പ്രാർത്ഥിക്കുന്നു ആ രൂപം നമുക്ക് ഏകദേശം വരും. ഏകദേശം നമുക്ക് ആ രൂപം വരും. ഇത് എന്റെ തോന്നലാവാം. ആ തോന്നലുകളുടെ പേരാണല്ലോ കവിത. പലതും തോന്നാൻ വേണ്ടിയാണല്ലോ ഇങ്ങോട്ടൊക്കെ പോയത്. ഇവിടെയൊക്കെ പോയത് എന്തിനാ? നമ്മുടെ ബുദ്ധിയെ കുറച്ചും കൂടി വികസിപ്പിച്ചെടുത്ത് കവിതാത്മകമാക്കാനാണ് കൂടുതൽ. അങ്ങനെ കാശി നല്ലപോലെ കണ്ട് പിറ്റേ ദിവസമാണ് മടക്കയാത്ര. ഇനി കാശിയില് പോകേണ്ട സ്ഥലമുണ്ട്, ഗംഗാ ആരതി. അതിനായിട്ട് മനസ്സൊരുങ്ങി. ഗംഗാ ആരതിയെക്കുറിച്ച് നാളെ പറയാം. നമസ്കാരം.